സ്വർണ്ണക്കൊള്ള കേസിൽ ശബരിമല മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ ജാമ്യം ലഭിച്ചു. 2 കേസുകളും സ്വാഭാവിക ജാമ്യം ലഭിച്ച സുധീഷ് കുമാർ ഇന്ന് ജയിൽ മോചിതനാകും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷയിൽ ബുധനാഴ്ച വിജിലൻസ് കോടതി വാദം കേൾക്കും. ദ്വാരപാലക ശില്പക്കേസിൽ തന്ത്രി കണ്ഠരര് രാജീവര് ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. ലിജോ റോളൻസ് വിവരങ്ങളുമായി ചേരുന്നു. ലിജോ, സ്വാഭാവിക ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. അത് 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം നൽകാത്തതുകൊണ്ടാണോ ജാമ്യം കിട്ടിയത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ് അജിംസ്. കാരണം ഈ കേസിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ ഒരു പ്രതി കൂടെ ജയിൽ മോചിതനാകുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ തന്നെ മുരാരി ബാബുവും ശ്രീകുമാറും ജയിൽ മോചിതരായിട്ടുണ്ട്. അതിന് പിന്നാലെ മറ്റൊരു ഉദ്യോഗസ്ഥൻ കൂടെയാണ് ഇപ്പോൾ ഈ അറസ്റ്റിലായി നേരത്തെ 2 ഉദ്യോഗസ്ഥർ പുറത്തിറങ്ങി. അതിന് പിന്നാലെ അടുത്തൊരു ഉദ്യോഗസ്ഥൻ കൂടെയാണ് ഇപ്പോൾ സ്വാഭാവിക ജാമ്യം ലഭിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്നത്. ഇവരെ റിമാൻഡിലായതിനു ശേഷം 90 ദിവസം പിന്നിട്ടിട്ടുണ്ട്. ഇന്ന് 92 ദിവസമാവുകയാണ്. 90 ദിവസമാകുമ്പോൾ തന്നെ പ്രതികളെല്ലാം വീണ്ടും ജാമ്യത്തിന് വേണ്ടി സ്വാഭാവിക ജാമ്യം തേടിക്കൊണ്ട് കോടതിയെ സമീപിക്കും. കൊല്ലം വിജിലൻസ് കോടതിയിൽ വാദം കേട്ടതിന് ശേഷമാണ് ഇയാൾക്കും ഈ ജാമ്യത്തിനുള്ള അർഹതയുണ്ട് എന്ന് കണ്ടുകൊണ്ട് ഇപ്പോൾ ജാമ്യം നൽകിയിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇതുവരെയും ഈ കേസിൽ ഒരു കുറ്റപത്രം, ഒരു പ്രാഥമിക കുറ്റപത്രം പോലും സമർപ്പിക്കാൻ കഴിയാത്തതിന് വലിയ രീതിയിലുള്ള വിമർശനമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായത്. അതിന്റെ ഫലമായി ഒരാൾ കൂടെ പുറത്തേക്ക് ഇറങ്ങുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇനി ബുധനാഴ്ചയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യ ഹർജി. നിലവിൽ ഒരു കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിച്ചിട്ടുണ്ട്. ഈ കേസിൽ കൂടെ ജാമ്യം ലഭിക്കുകയാണെങ്കിൽ ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ തന്നെ ഈ കേസിലെ മുഖ്യ പ്രതിയായിട്ടുള്ള പോറ്റിയും കൂടെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. തന്ത്രി കണ്ഠരര് രാജീവര് ഒരു കേസിൽ ഇപ്പോൾ ജാമ്യ ഹർജിയുമായി കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഇതും വാദം കേൾക്കുന്നതിന് വേണ്ടി മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ദേവസ്വം മുൻ കമ്മീഷണറും പ്രസിഡന്റും ഒക്കെ ആയിരുന്ന എൻ വാസുവിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി 14 ദിവസത്തേക്ക് കൂടി റിമാൻഡ് നീട്ടുകയും ചെയ്തിട്ടുണ്ട്. അജിംസ്.